മൂവാറ്റുപുഴയിൽ യൂസ്ഡ് കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബേർ. മേക്കടമ്പ് പ്രവർത്തിക്കുന്ന യൂസ്ഡ് കാർ ഷോറൂമിനും ബേക്കറിക്കും നേരെയാണ് പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായത്. ബോംബുകൾ കൃത്യമായി പൊട്ടിത്തെറിക്കാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മൂവാറ്റുപുഴ നഗരത്തെ ഞെട്ടിച്ച് മേക്കടമ്പ് ഭാഗത്തെ യൂസ്ഡ് കാർ ഷോറൂമിനും ബേക്കറിക്കും നേരെയാണ് പെട്രോൾ ബോംബ് ആക്രമണമുണ്ടായത്. MIN പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന മൈ കാർ എന്ന യൂസ്ഡ് കാർ ഷോറൂമിനും സമീപത്തുള്ള ആൻസ് ബേക്കറിക്കും നേരെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ആക്രമണമുണ്ടായത്. പുലർച്ചെ 3:30യോടെയാണ് കാറിലെത്തിയ യുവാവ് ആദ്യം ആക്രമണം നടത്തിയത്. ഷോറൂമിൽ പാർക്ക് ചെയ്തിരുന്ന 20ഓളം കാറുകൾ ലക്ഷ്യമിട്ടാണ് പെട്രോൾ ബോംബുകൾ എറിഞ്ഞത്. ബിയർ കുപ്പികളിൽ പെട്രോൾ നിറച്ച് തിരിയിട്ട നിലയിലായിരുന്നു ബോംബുകൾ. എന്നാൽ കുപ്പികൾ പൊട്ടി പെട്രോൾ പുറത്തേക്ക് ഒഴുകിയെങ്കിലും കോൺക്രീറ്റിനടിയിലേക്ക് ഇറങ്ങിയതോടെ തീപിടുത്തമുണ്ടായില്ല. തുടർന്ന് തീ പടർത്താനായി പ്രതി സിഗരറ്റ് കത്തിച്ച് എറിഞ്ഞെങ്കിലും ശ്രമം പരാജയപ്പെട്ടു. ഇതിനുശേഷം സ്ഥലത്തുനിന്നും മടങ്ങിയ പ്രതി പുലർച്ചെ 5:30യോടെ വീണ്ടും തിരിച്ചെത്തി ആക്രമണം ആവർത്തിച്ചു. ഇത്തവണയും ബോംബുകൾ പൊട്ടിത്തെറിക്കാത്തതോടെ ബേക്കറിക്ക് മുന്നിലുണ്ടായിരുന്ന പത്രങ്ങളും സ്വന്തം കാറിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും കൂട്ടിച്ചേർത്ത് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. തീപിടുത്തത്തിൽ ബേക്കറിയുടെ ഗ്ലാസ് വാതിലിനും മേശയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ഷോറൂമിന്റെ ഉടമ അജി ചാക്കോയുടെ വീട് യൂസ്ഡ് കാർ ഷോറൂമിന് തൊട്ടടുത്താണ്. 3 പെട്രോൾ ബോംബുകളും പൊട്ടിയിരുന്നുവെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കാമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3:30 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ പെട്രോൾ അകത്തേക്ക് എറിഞ്ഞതിന് ശേഷം ഇത് കത്തനില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി കടയുടെ ഫ്രണ്ടിൽ തുണി കൂട്ടിയിട്ടിട്ട് അവിടെ പെട്രോൾ ഒഴിച്ച് അവിടെ കത്തിച്ചു. കടയുടെ ഫ്രണ്ടിൽ സംഭവിച്ചു. അങ്ങനെയാണ് അവിടുത്തെ കടയുടെ ഗ്ലാസിന്റെ ഫ്രണ്ട് പൊട്ടിയത്. അത് ഉള്ളിലേക്കും കത്തിക്കേറി, ഉള്ളിലത്തെ മാറ്റും കുറെ കത്തിപ്പോയിട്ടുണ്ട് കടയിൽ. സംഭവത്തിന്റെയും അക്രമിയുടെയും ദൃശ്യങ്ങൾ സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഉടമ നൽകിയ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. സമീപത്തെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.